നമസ്കാരം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്സിന്റെയും അതിവേഗത്തിലുള്ള വളർച്ചയുടെ ഫലമായി അടുത്ത 10-20 വർഷത്തിനുള്ളിൽ ജോലി ചെയ്യുന്നത് ഒരു ഓപ്ഷൻ മാത്രമായി മാറുമെന്നും പണം കാലഹരണപ്പെടുമെന്നും ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തികളിൽ ഒരാളായ എലോൺ മസ്കിന്റെ പ്രവചനം. വാഷിംഗ്ടണിൽ നടന്ന US സൗദി നിക്ഷേപ ഫോറത്തിൽ സംസാരിക്കവെയാണ് ടെസ്ല സിഇഒയും ദക്ഷിണാഫ്രിക്കൻ ശതകോടീശ്വരനുമായ അദ്ദേഹം ഈ സുപ്രധാന നിരീക്ഷണങ്ങൾ പങ്കുവച്ചത്. ജോലി എന്നത് ഭാവിയിൽ കായിക വിനോദങ്ങളിലോ സ്വന്തമായി പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതിലോ ഏർപ്പെടുന്നത് പോലെ ഒരു ഹോബിയായി മാറുമെന്നാണ് മസ്ക് വിശദീകരിച്ചത്. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കടയിൽ പോയി പച്ചക്കറികൾ വാങ്ങുന്നതിന് തുല്യമാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടുവളപ്പിൽ പച്ചക്കറികൾ കൃഷി ചെയ്യാം. വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ്, എന്നിട്ടും ചിലർ അത് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അതുപോലെയാകും ഭാവിയിൽ ജോലിയെന്നാണ് മസ്ക് പറഞ്ഞത്. $360 ബില്യൺ ആസ്തിയുള്ളതും അടുത്തിടെ $1 ട്രില്യൺ വരെ മൂല്യവുമുള്ള റെക്കോർഡ് പേ പാക്കേജിന് അംഗീകാരം നൽകിയതുമായ മസ്ക് പണം അപ്രസക്തമാകുമെന്ന് തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. എല്ലാവരെയും സമ്പന്നരാക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് AI-യും റോബോട്ടിക്സുമാണെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക മുന്നേറ്റങ്ങൾ നിലവിലെ വേഗതയിൽ തുടരുകയാണെങ്കിൽ ഭാവിയിൽ സുഖകരമായ ജീവിതം നയിക്കാൻ പണം സമ്പാദിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വൈദ്യുതിക്ക് ചില പരിമിതികൾ ഉണ്ടാകുമെങ്കിലും കറൻസിക്ക് പ്രാധാന്യമില്ലാതാകുമെന്നും അദ്ദേഹം പ്രവചിച്ചു. ടെസ്ല വികസിപ്പിക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടായ ഓപ്റ്റിമസിനെയും മസ്ക് എടുത്തു പറഞ്ഞു. ടെസ്ല ബോട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ റോബോട്ടുകൾ ദാരിദ്ര്യമില്ലാതാക്കാൻ സഹായിക്കുമെന്നും ഒരു ദിവസം എല്ലാവർക്കും ഇത്തരം ഉപകരണങ്ങൾ സ്വന്തമാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. മനുഷ്യന്റെ സാമൂഹികവും സാമ്പത്തികവുമായ ഭാവിയെക്കുറിച്ചുള്ള എലോൺ മസ്കിന്റെ ഈ കാഴ്ചപ്പാടുകൾ സാങ്കേതികവിദ്യയുടെ വിപ്ലവകരമായ സ്വാധീനത്തെയാണ് അടിവരയിടുന്നത്. അതേസമയം സൗദിയുമായി ചേർന്ന് വമ്പൻ AI പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എക്സ് സിഇഒ എലോൺ മസ്ക്. XAI സൗദിയിലെ ഹ്യൂമൻ AIയുമായും ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രാഫിക്സ് ചിപ്പ് നിർമ്മാതാക്കളിലൊന്നായ NVIDIയുമായും സഹകരിച്ച് 500 മെഗാവാട്ട് ശേഷിയുള്ള ഭീമൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പദ്ധതിയാണ് മസ്കും സൗദിയും ചേർന്ന് നിർമ്മിക്കാൻ പോകുന്നത്. സൗദി കിരീടാവകാശിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി വാഷിംഗ്ടണിൽ നടന്ന സൗദി അമേരിക്ക നിക്ഷേപ ഫോറത്തിൽ തന്നെയാണ് ഈ വമ്പൻ പ്രഖ്യാപനവും മസ്ക് നടത്തിയത്. സൗദി അറേബ്യയിൽ AI ടെക്നോളജിക്കായുള്ള ക്ലസ്റ്ററുകൾ നിർമ്മിക്കുന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സൗദിയുമായി ചേർന്ന് കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. AI സാങ്കേതികവിദ്യയുടെ വികസനത്തിൽ പുതിയ പദ്ധതി സൗദി അറേബ്യയെ മുൻനിരയിലെത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗദി കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി എഞ്ചിനീയർ അബ്ദുള്ള അൽസ്വാഹയാണ് സെഷൻ മോഡറേറ്റ് ചെയ്തത്. സാങ്കേതിക മേഖലയിൽ ദശാബ്ദങ്ങളായി തുടരുന്ന സൗദി അമേരിക്കൻ പങ്കാളിത്തം മേഖലയിലെ വളർച്ചയ്ക്ക് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വരും വർഷങ്ങളിൽ റോബോട്ടിക് തൊഴിലാളികളെ വൻതോതിൽ ഉൾപ്പെടുത്തി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും അൽസ്വാഹയും പറഞ്ഞു. എന്തായാലും മസ്കിന്റെ അടുത്ത 10-20 വർഷത്തെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ച വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. എന്തായാലും അത് ഏറ്റെടുത്തിരിക്കുകയാണ് നെറ്റിസൺസ്.